ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അല്ല, ഈ വാർത്തയൊന്നും കണ്ടിട്ട് നമ്മുടെ കാസ കുസന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ പോയി? അല്ല, മാളത്തിലെങ്കിലും ഒളിച്ച് കാണുമായിരിക്കും. ഏതെങ്കിലും മുസ്ലിം സ്ഥാപനത്തിൽ മദ്രസ വിദ്യാർത്ഥികളെ ഉസ്താക്കന്മാർ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടിരുന്നെങ്കിൽ ഇതെന്തായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അല്ലേ? ആ സ്ഥാപനത്തിലേക്ക് എല്ലാ കൊണാണ്ടർമാരും അങ്ങോട്ട് ജാഥയും പ്രക്ഷോഭമായിട്ട് അങ്ങോട്ട് വരും. എന്നിട്ട് ആ സ്ഥാപനം അടച്ചു പൂട്ടണം, എന്നിട്ട് അവനെ തൂക്കിയെടുത്ത് അകത്താക്കണം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, അതൊക്കെ അങ്ങനെ തന്നെ വേണം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഈ കൊല്ലം പുനലൂരിൽ ലിവിങ് വാട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഈ ബൈബിളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പൊന്നുമോനെ ഒരു പരമനാറി ഫാനിനകത്ത് കെട്ടിത്തൂക്കിയിട്ട് ചോദ്യം ചെയ്യുകയും അതിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തൊരു വാർത്ത നമ്മളെല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടുപോയി അല്ലേ? അപ്പം ഞാനിതിങ്ങനെ നോക്കുമായിരുന്നു. ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ചില പുഴുക്കളുണ്ടല്ലോ, അതായത് ഈ സംഘപരിവാറിനും കാസയ്ക്കും വേണ്ടി അവൻ്റെ അടിവസ്ത്രം താങ്ങി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കൂസന്മാർ, ഈ നാറികളൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല, ഇവരൊന്നും ഒരു വാർത്തയും ചെയ്തിട്ടില്ല എന്നുള്ള. വേറൊരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ നേരം വെളുക്കണ്ട, അതിനു മുമ്പ് തന്നെ ഇവൻ്റെയൊക്കെ ആ അഴിഞ്ഞാട്ടം നമുക്ക് കാണാമായിരുന്നു. സത്യത്തിൽ നമ്മുടെ ഈ കേരളം ഇത് എങ്ങോട്ടാണ്? കേരളം മാറണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രത്തോളം കേരളം മാറും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നത്. ഇതിനൊക്കത്തെ ഒരുപാട് വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നേരെ ഈ അതിക്രമം നടത്തിയിട്ടുള്ള ഈ പരനാറിയെ പോലീസ് കൊണ്ടുപോയി നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും. ആ വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ ഇതിനകത്ത് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ല പോകേണ്ടത്. നല്ല കയറ് കെട്ടിയിട്ട് ഇവനൊക്കെ വലിച്ചഴച്ച് കൊണ്ടുപോകണം. എന്തിനാണ് ഈ നാറികളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ചെലവിൽ ആ ജയിലിനകത്ത് ഇട്ടിട്ട് തീറ്റയും കൊടുത്ത് പഴയതിനെക്കാട്ടി സുന്ദരനായും തടിച്ചു കൊഴുത്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറക്കി വിടും. പിന്നെയും ഇവനൊക്കെ കാണിക്കുന്ന ഇതേ തെമ്മാടിത്തരം തന്നെ ആയിരിക്കും. ഇതിനൊക്കെ നമ്മുടെ നിയമങ്ങൾ പൊളിച്ചടുക്കണം. കുഞ്ഞുങ്ങളെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുള്ള ഈ ചെറ്റയും ആ സ്ഥാപനവും അടച്ചു പൂട്ടി സീൽ ചെയ്ത് കളയണം. ഈ കുഞ്ഞുങ്ങളെയൊക്കെ അതിനകത്ത് കൊണ്ടിട്ടിട്ട് ക്രൂരമായ രീതിയിൽ ബാലവേല ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. അമ്മ ആ മൊബൈലിൽ പകർത്തിയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചിട്ടൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ചർച്ചയില്ല, അടുപ്പുകൂട്ടി ചർച്ചയില്ല. കാരണം ഇവനെല്ലാം ലവന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്തത്. ഇതേതോ കാസ മാനേജ്മെന്റിന്റെ സ്ഥാപനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സംഘികളും ഈ പറയുന്ന കാസ കൂസന്മാരും ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടാത്തത്. ഏത് മതവിഭാഗത്തിലായിക്കോട്ടെ, ഏത് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു മതവിഭാഗത്തിലെ ഏതെങ്കിലും ക്രിമിനൽസ് ഇത്തരത്തിൽ തെണ്ടിത്തരം കാണിക്കുമ്പോൾ ആ മതത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന പരനാറികളെ നിങ്ങളോടാണ് പറയാനുള്ളത്. ഇതിനെതിരെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഓരോ ജനങ്ങളും പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ ആ സ്ഥാപനത്തിൽ കൊണ്ടുവിട്ടപ്പോൾ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കണ്ടതിന് ശേഷം ഈ നായയെ കൊണ്ടുപോകുന്നതും കൂടെ ഒന്ന് കാണാം. ബൈബിൾ പഠനത്തിനെന്നും പറഞ്ഞ് പാവപ്പെട്ട രക്ഷിതാക്കളുടെ നിവർത്തികേടും ഗതികേടും ചൂഷണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഈ പുറത്തുവിടുന്നത്. ലിവിംഗ് വാട്ടർ എന്ന പേരിൽ നടത്തുന്ന ഈ ബൈബിൾ പഠന കേന്ദ്രത്തിലെ കൊച്ചു കുട്ടികളെ കൊണ്ടുപോലും പാറപ്പണിയെടുപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 12കാരനെ ഫാനിൽ കെട്ടിത്തൂക്കിയ സംഭവത്തിൽ എത്ര വെളുപ്പിക്കൽ നടന്നാലും ഈ കാണുന്ന ദൃശ്യങ്ങൾ എല്ലാത്തിനും തെളിവാണ്. ഇവിടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ പകർത്തിയ ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടുപോകും. ചെയ്യുന്ന പണി ചെയ്യിപ്പിക്കും. പിന്നെ വലിയ വിറവ് കൊണ്ടുവന്ന് കീറിക്കും. പിന്നെ കുറച്ച് പിള്ളേരെ ഈ ഓഡീഷൻ കുറച്ച് പിള്ളേരെ ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ആ പിള്ളേരെ കൊണ്ടാണ് ഈ വിറവ് കീറൊക്കെ ഉള്ളത്. ഈ കൊച്ചു പിള്ളേരെ രാവിലെ അണിച്ച് 4 വശം തൂക്കണം, ചുമട്ടുവെള്ളം കോരണം. അതുപോലെ തന്നെ അവിടെ ഒരു വീടിടിച്ചിട്ട് ആ വീടിന്റെ വേസ്റ്റ് പിന്നെ മൊത്തം കുഞ്ഞുങ്ങളെ കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ മണ്ണ് ചുമന്ന് ഈ കണ്ടെത്തി കൊണ്ടിടുക. ഇതൊക്കെയാണ് ഇവരുടെ ഇത്. നമ്മളെ പ്രതികരിക്കാത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പാസ്റ്ററിന് ഇതൊരു പ്രശ്നം നമ്മൾ മാത്രമേ ഉള്ളൂ ഇറങ്ങാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാതെ ഇത് കണ്ടിട്ട് പോയത്. പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞിനിങ്ങനെ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പ്രതികരിക്കാറിയതാണ്. കാരണം നമുക്കും ഉണ്ട് കുഞ്ഞുങ്ങൾ. നാളെ ഇത് സംഭവിക്കാം. തന്നെയല്ല, ആ കുഞ്ഞിന് 500 രൂപയ്ക്ക് തല കീഴായി ആ കെട്ടിട്ട് കിട്ടും. അത് ഫാനില് കയ്യബദ്ധത്തിൽ ആ ഫാൻ ഓൺ ആയാൽ എന്തുമായിരിക്കും സ്ഥിതി? ഞങ്ങൾക്കും ഉണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. അത്രയും പ്രായമേ ഉള്ളൂ ഈ കൊച്ചിന്. അതിന്റെ ആ ഗതി എന്തായിത്തീരും?
കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അതിന്റെ അമ്മ 3 വർഷം കൊണ്ട് തളർന്നു കിടക്കുന്ന ഒരു അമ്മയാണ്. അതിന്റെ അച്ഛൻ വന്ന് അമ്മാവൻ ഇവിടെ നിൽക്കൊണ്ട് അവരൊക്കെ ഇത് തന്നെ പറഞ്ഞ കൊച്ചിന് അടിയുടെ പാടുണ്ട്, കയറ് കാലെ കിട്ടിയ പാടുണ്ട്, കുഞ്ഞ് ആശുപത്രിയില. അത്ര ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞും കൊണ്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഇവർക്കാണ് ഈ ജോലി ചെയ്യുന്ന മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് കയറി നമ്മൾ ഒറ്റ കയറി പ്രതികരിക്കാനൊന്നും പറയത്തില്ല. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരു വാഹനത്തിന്റെ എന്റെ ഒരു സഹോദരന്റെ വാഹനം ഇവിടെ പാസ്റ്റർ വാഹനം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലൊന്ന് വന്ന് മുട്ടി. അതിനൊന്ന് പ്രതികരിച്ചതിന് തന്നെ ആ പാസ്റ്റർ ഞങ്ങളെ മറ്റുള്ള പാർട്ടിക്കാരെ വിളിച്ച് പറയിപ്പിച്ച് തന്നെ അവിടെ പീഡിപ്പിക്കാൻ ചെല്ലുന്നുള്ള രീതിയിലുള്ള രീതി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതായിട്ട് ഇത് പോയില്ല. പിന്നെ ഇപ്പൊ ഈ സംഭവം നടന്നപ്പോൾ ഞങ്ങൾ തുറന്നു പറയാം. കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ല ബാലവേല ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ല ബാലവേല എന്ന് പറഞ്ഞാൽ കാരണം ഈ സൈഡ് മേശരിമാരെ കൊണ്ട് കെട്ടി, ആ സൈഡ് എത്രയും ആ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ആ കട്ട പൊക്കി എടുത്ത് കെട്ടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഈ മണ്ണ് മൊത്തം ഇടിച്ചെടുക്കുക, കുഞ്ഞുങ്ങളെ രാവിലെ തൂത്ത് വരണം, വലിയ മുട്ടമറവ് കൊണ്ടുവന്ന് കീറിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പണി. അതിന് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ സംഭവിക്കരുത് എന്ന്. ഇവിടെ ബൈബിൾ ക്ലാസ്സിന് വരുന്ന പിള്ളേരെന്ന് പറയുന്നത് നമ്മുടെ കേരളീയരല്ല, കൂടുതലും നേപ്പാളികളും ഒക്കെ പിള്ളേരാണ്. അവർ ഹിന്ദിയാ കൂടുതലും സംസാരിക്കുന്നത്. അവരാ 3 വർഷത്തെ കോഴ്സ് കഴിയുക അവർ പോവുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇല്ലേ ആർക്കും വേണ്ടാത്ത പിള്ളേരെ ഇവിടെ കൊണ്ടിട്ട് വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലടാ സംഗീതാറികളെ, നിനക്കൊന്നും പ്രതികരിക്കണ്ടേ? നിനക്കൊന്നും ജാഥ നടത്തണ്ടേ? നിനക്കൊന്നും സമരം ചെയ്യണ്ടേ? എന്തു പറ്റി? എല്ലാം അങ്ങൂട്ടയിലായിട്ട് കയറിയിരുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പൊന്നുമോനെ ഫാനിൽ തല കിഴുക്കനാമ്പാട് കെട്ടിയിട്ട് അടിച്ച് ആ കുട്ടീനെ, അതും അവിടുത്തെ കഞ്ഞിപ്പരയിലെ ഒരു പരനാറി. അപ്പോൾ ഈ സ്ഥാപനം അടച്ചു പൂട്ടണം, അടച്ചു പൂട്ടി സീല് വെക്കണം. കാരണം ഇതുപോലുള്ള സ്ഥാപനങ്ങളൊന്നും കേരളത്തിൽ പ്രവർത്തിക്കാനേ പാടില്ല. ആ നാറിയെ കൊണ്ടുവരുന്ന ദൃശ്യം നിങ്ങളൊന്നും കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനൊന്നും അല്ല ഇവനെ കൊണ്ടുപോകേണ്ടത്. ഇവനെ വലിച്ചഴച്ച് വേണം കൊണ്ടുപോകാൻ, വലിച്ചഴച്ച് വേണം അവരെ കൊണ്ടുപോകാൻ. ഈ ഒരു കുട്ടിയുടെ നേരെ കൈവെക്കരുത്. ഇവനും കാണുമല്ലോ, ഈ പ്രായമുള്ള മക്കളല്ലേ, അത് ആരുടെ ആയിക്കോട്ടെ, തന്തയില്ലാത്തവരല്ലേ ഈ കാണിച്ചത്, ആ സ്ഥാപനം കാണിച്ചത്. അല്ല, ക്രൈസ്തവർക്ക് വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന മറ്റേ കൂസനുണ്ടല്ലോ, പീറ്റർ എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ഇപ്പൊ ഷോൺ ജോർജ്, നീ എവിടെയാടാ? നീ ഉറക്കമാണാ? 4-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. നീ ഉണർന്നില്ലേ? കൊച്ചിയിൽ പള്ളുരുത്തിയുള്ള ഒരു സ്കൂളിൽ ഒരു തട്ടവിട്ടൊരു വിഷയം വന്നപ്പോൾ പൂഞ്ഞാറ്റിയിൽ നിന്ന് നീ ഓടി അവിടെ വരെ എത്തിയായിരുന്നല്ലോ. ഇത് നിന്റെ അടുത്തല്ലേ, നിനക്കെന്താ പോയി നോക്കിക്കൂടായിരുന്ന? അപ്പം ഒരു വൺ സൈഡ് വിഷയം വന്നെങ്കിൽ മാത്രമേ ഇവരൊക്കെ സടകുടഞ്ഞ് അങ്ങോട്ട് എഴുന്നേക്കത്തുള്ളൂ. വെറും ചെറ്റകളാണ് ഈ കാസാക്കൂസന്മാർ. ക്രൈസ്തവ സമൂഹത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ളവർ. നല്ല ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ, ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം ഇനി ഒരു കുട്ടിക്കും ഇതുപോലത്തെ ഒരു ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവിടെ ബാലവേല ചെയ്യിക്കുന്ന ആ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു, അവിടുത്തെ നാട്ടുകാർ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു. ഈ സ്ഥാപനം ഇനി പ്രവർത്തിക്കാൻ പാടില്ല. ഈ സ്ഥാപനം എന്നല്ല, ഇതുപോലെ കുട്ടികളെ ചൂഷണം ചെയ്യുകയും ഇതുപോലത്തെ തെമ്മാടിത്തരം കാണിക്കുന്ന അത് ഏത് മതവിഭാഗത്തിന്റെ സ്ഥാപനമായിക്കോട്ടെ അടച്ചു പൂട്ടി സീൽ ചെയ്യണം. അതിനകത്ത് ഒരു ധാരണയും ഉണ്ടാകാൻ പാടില്ല. അതിനകത്ത് ഒരു രാഷ്ട്രീയമോ ഒരു മതമോ ഏത് ഉന്നതനാണെങ്കിലും കൊള്ളാം, അത് നോക്കാതെ, മുഖം നോക്കാതെ നടപടി എടുക്കണം കേരളത്തിൽ. അതാണ് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാൻ അടുത്ത വീഡിയോ കാണാം.